ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളായില്ലേ നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഒരു കുഞ്ഞു മോള് പറഞ്ഞതാണ് ഈ ഒരു കളറ് ഫ്ലവർ വെച്ചിട്ട് ഹെയർ ബാൻഡ് വേണമെന്ന്. അപ്പോൾ ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഹെയർ ബാൻഡ് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് ചെറിയ ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എൻഡിങ് ടാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരു ബേസിലേക്ക് ഇതിനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിനെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇതേപോലെ കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റേക്ക് ഈ ഒരു ബേസ് വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറിക്കോളും കേട്ടോ. കണ്ടോ, ഇതേപോലെ വരും. ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് സെൻറ്ററിൽ വെക്കാം. ഇനി രണ്ട് സൈഡിലായിട്ടും കോർത്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടും ഇത്ര വരെ കോർത്തെടുക്കാം. കണ്ടോ, ഇത്രയും വരെ കോർത്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കോർത്ത് വെച്ചു. ഇനി ഇതിനെ ഇതിലേക്ക് ഒട്ടിച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നിക്കളിക്കും. അപ്പോൾ അങ്ങനെ തെന്നിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിക്കണം. അപ്പോൾ ഫസ്റ്റ് അതിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ ഗം യൂസ് ചെയ്യാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ഗം യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഫ്ലവറിനെ ഇതിൻ്റെ മേലിലേക്ക് വെക്കുക. നെക്സ്റ്റ് അടുത്ത ഈ സ്ഥലത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ മുഴുവനായിട്ടും ഗമ്മിട്ടിട്ട് ഫ്ലവറിനെ നേരെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, എന്നിട്ട് ഫ്ലവറിനെ കറക്റ്റ് വെക്കണം കേട്ടോ. അത് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലവറിനെ കറക്റ്റ് ഇതേപോലെ മേലെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് വന്നിട്ട് ഈ രണ്ട് സൈഡിലും ഈ ഒരു കുഞ്ഞു ബീഡിൽ വൈറ്റ് ബീഡ് കോർത്തെടുക്കാം. അപ്പോൾ കോർത്തെടുക്കുമ്പോൾ ഗമ്മ് യൂസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിലേക്ക് ബേസിലേക്ക് ഇതേപോലെ ഗമ്മാക്കി വെക്കാം. എപ്പോഴും ഗമ്മ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ, ഇത് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചിട്ട് പിന്നീട് ഗമ്മ് യൂസ് ചെയ്യാൻ പറ്റാതെയാവും. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരു ബീഡ് കോർക്കാം. ഇത് കുഞ്ഞു ബീഡ് ഓരോന്നായിട്ടും ഇതേപോലെ കോർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മുഴുവനും രണ്ട് സൈഡിലും കോർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത്ര വരെ കോർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് എൻഡിങ് ടൈപ്പ് ഇവിടെ ഒട്ടിക്കാം. എൻഡിങ് ടൈപ്പ് ഒട്ടിക്കുന്നില്ലെങ്കിൽ ഈ ഒരു വീട് തന്നെ ഇവിടെ വരെ ആക്കി വെക്കാം കേട്ടോ. ഈ ഒരു അറ്റം വരെ കോർത്തെടുക്കാം. ഗമ്മാക്കണം എന്നേ ഉള്ളൂ, അതവിടെ ഒട്ടി നിന്നോളൂ. ഇപ്പം ഞാനിവിടെ എൻഡിങ് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻഡിങ് ടൈപ്പ് ഇതേപോലെ എടുക്കുക. ഇങ്ങനെ വെക്കുക. നല്ല രീതിക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ ചുറ്റിക്കൊടുക്കാം. നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അതവിടെ നിന്നോളൂ കേട്ടോ. അതേപോലെ അടുത്ത ഭാഗത്തും എൻഡിങ് ടൈപ്പ് എടുക്കാം, ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇത് അഴിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ ഒരു ടൈപ്പ് അവിടെ ഒട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. അഴിച്ച് മാറ്റാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിവിടെ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പേ ഇതിലൊരു ബീഡ് കുറവുണ്ട്.
അപ്പോൾ ഞാൻ ഒരു ബീഡ് കൂടെ കോർക്കുന്നുണ്ട്. കോർത്തു, ടൈറ്റ് ചെയ്ത് പിടിച്ചു, എൻഡിങ് ടൈപ്പ് ഇതേപോലെ വെച്ചു. നല്ല രീതിക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഓക്കെ, അപ്പം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതൊരു കുഞ്ഞു കുട്ടിക്ക് എൻ്റെ ഒരു ഫ്ലവർ മോഡൽ ഇതേപോലത്തെ ഒരു ഹെയർ ബാൻഡ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കളർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.